നല്ല ഹെൽത്തി അല്ലേ എല്ലാം? എല്ലാ ഹെൽത്തി സാധനങ്ങളാണ്. അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. അടിപൊളിയാണ്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഓണസദ്യയുടെ കൂട്ടത്തിൽ നല്ല അടിപൊളി ഒരു മാമ്പഴ പായസം കൂടെ. അപ്പോൾ ഈ മാമ്പഴ പായസം ഉണ്ടാക്കാനുള്ള മാമ്പഴ വരട്ടി അല്ലേ? അപ്പോൾ ഇതിടാവേ. മാമ്പഴത്തര, മാമ്പഴം ഉണക്കി വെച്ചിരിക്കുന്നത്. അല്ല, ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ, മുത്ത് പോലെ ഉണ്ട് നമ്മുടെ കറുത്തമുന്തിരിയാണ്. ഇതാണ് മാമ്പഴ വരട്ടി. ഹായ്, നമസ്കാരം. ഷൈജു ആണ്, ഷൈജു ബ്ലോഗറാണ്. നമ്മൾ ഈ ഓണക്കാലമാണല്ലോ ഇപ്പം. ഈ ഓണക്കാലത്ത് ഇപ്പം ഓണസദ്യയും ഓണപ്പായസവും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് അല്ലേ? വ്യത്യസ്ത തരത്തിലുള്ള ഒരു ഓണപ്പായസം ഉണ്ടാക്കുന്ന ഒരാളുടെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ രമ്യ മുമ്പ് ഇടിയിറച്ചിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചാനലിൽ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം രമ്യ നല്ല ഓണത്തിന് വ്യത്യസ്ത തരത്തിലുള്ള ഒരു മാമ്പഴ പായസം ഉണ്ടാക്കാനുള്ള മാമ്പഴ വരട്ടി ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്താണ് ഈ മാമ്പഴ വരട്ടി എന്നുള്ളതും അതുകൊണ്ട് എങ്ങനെ മാമ്പഴ പായസം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ എല്ലാ പ്രാവശ്യവും അടപ്രഥമനൊക്കെ എല്ലാവരും ഓണത്തിന് കഴിക്കുന്നത്. ഞങ്ങൾ ഈ പ്രാവശ്യം ആരെ കൊണ്ടും അടപ്രഥമം കഴിപ്പിക്കുന്നില്ല. ഞങ്ങൾ അതിന് ഓണത്തിന് കഴിക്കാനുള്ള മാമ്പഴ പായസം. പണ്ട് കാലത്തൊക്കെ അമ്മമാർ മാമ്പഴം വരട്ടി വെക്കുമായിരുന്നു, പായസം ഉണ്ടാക്കുക പിള്ളേർക്ക് വെറുതെ കൊടുക്കാനും ഒക്കെ ആയിട്ട്. പണ്ട് ഉള്ള ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ്. അപ്പോൾ ഞങ്ങളതിൽ മാമ്പഴം ഉള്ള സമയത്ത് നമ്മുടെ നാട്ടിലെ മാമ്പഴം തന്നെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് മാമ്പഴ തിരയാക്കി വെച്ചിട്ടുണ്ട്. ആ തിര ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്കുണ്ട്. അപ്പോൾ ആ തിര വെച്ചിട്ട് ഞങ്ങൾ മാമ്പഴ വരട്ടി ഉണ്ടാക്കി വയ്ക്കും. ചക്ക പായസം കഴിക്കുന്ന പോലെ തന്നെ ഈ മാമ്പഴ പായസം കഴിക്കേണ്ട സമയത്ത് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് പായസം ഉണ്ടാക്കാം. മാമ്പഴ വരട്ടി നിങ്ങളിൽ പലരും കഴിച്ചിട്ടുണ്ടാവില്ല. കെമിക്കൽ ഇല്ലാത്ത സാധനമാണ് തരാൻ പോകുന്നത്. നെയ്യ്. ഇപ്പം നെയ്യ് നല്ലപോലെ അങ്ങ് ഒഴിച്ചു. നെയ്യാണ് ഇതിൻ്റെ പ്രിസർവേഷൻ. ഇതൊരു 6 മാസം കേടുകൂടാതിരിക്കണേ. നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത്രയും നെയ്യ്, 1 കിലോ നെയ്യുണ്ട് ഇത്. അപ്പം നെയ്യിലങ്ങോട്ട് നമ്മളിതങ്ങ് വരട്ടിയെടുക്കുക ചെയ്യുന്നത്. നമ്മൾ കാഷ്യൂ ഇട്ട് കൊടുക്കും. ഇതിലേറെ നമ്മളെ കാഷ്യൂ ഒക്കെ ഉണ്ടെങ്കിലേ പിള്ളേർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. കറുത്ത മുന്തിരി. അപ്പോൾ പിള്ളേർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ കിട്ടുമ്പോഴേ അവർക്കൊരു സന്തോഷമാണ് ഇതൊക്കെ. ചേച്ചിട്ടാ നമുക്കിത് മൂത്തിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റിയേക്കാം. അപ്പം നമുക്കിനി മുന്തിരി ഇട്ടാലോ? പെട്ടെന്ന് പോരണം. അപ്പം നീ നല്ല ബോൾസ് ആയിട്ടുണ്ട്. അടിപൊളി. അതെ, നല്ല രസമുണ്ട്. ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടെന്ന് പെറുക്കി തിന്നേനെ. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും നമ്മുടെ ഈ സംരംഭവുമായിട്ട് കണക്റ്റഡ് ആണ്. അവരെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും അവരാണ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും നീറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ മാമ്പഴ വരട്ടിക്കുള്ള തേൻ കദളിപ്പഴം. അതെ. പഴം ചേർക്കുന്നുണ്ടല്ലേ? നെയ്ക്കകത്തോട്ട് ഇട്ടപ്പോൾ ഇനി അങ്ങോട്ട് നല്ല പൊട്ടിത്തെറിയായിരിക്കുവേ. പോണം. ഇതിനകത്ത് കുറേ സാധനങ്ങൾ കൂടി ഇടാൻ പോയി. ഇപ്പം കണ്ടോ, നെയ്യ് കണ്ടോ, നമ്മളേറെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം നെയ്ക്കകത്താണ് നമ്മൾ വരട്ടി എടുക്കുന്നത്. ഇപ്പം നെയ്യ് കുറഞ്ഞു പോയാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റേ പോവും. അതെ, നിങ്ങൾ പഴം വരട്ടി എന്നും കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് അതുക്കും മേലെയാണ് സാധനം. മാമ്പഴ സീസൺ അല്ല, പക്ഷെ ഞങ്ങൾ മാമ്പഴം ഉള്ള സമയത്ത് ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. അതായത് തെര പോലെ. പണ്ട് കാലത്ത് പായൽ ഉണങ്ങും. ഇപ്പോൾ ടെക്നോളജി വളർന്നപ്പം നമ്മൾ ഡ്രയറിനകത്ത് ഉണങ്ങും. ഡ്രയറിനകത്ത് ഉണങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 2 വർഷം വരെ അവിടെ ഇരുന്നോളൂ. മാമ്പഴം ഇല്ലാത്ത സമയത്ത് നമ്മൾ ആന്ധ്രയിലെ മാമ്പഴം ഒന്നും നോക്കി പോകണ്ടെന്നേ. അപ്പം പായസത്തിന് മധുരം വേണം. മധുരത്തിന് നമ്മളിടുന്നത് ഈന്തപ്പഴം. ഈന്തപ്പഴം ക്ലീൻ ചെയ്ത് ശർക്കരയും ചേർക്കും. കുരുവെല്ലാം കളഞ്ഞ് നമ്മൾ ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ഒട്ടും ദോഷമില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും അപ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം മധുരത്തിനുള്ള ഈന്തപ്പഴം വന്നു, മെയിൻ സാധനം. അതെ, ഇതാണ് മാമ്പഴ തെര. ഇത് നല്ല ജെല്ലി പോലെ ഇരിക്കും.
കുഞ്ഞുങ്ങൾക്കൊക്കെ വെറുതെ വായിലിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. ഇതിൻ്റെ നമുക്ക് സെയിലുണ്ട്. ഇത് വേണ്ടവർക്ക് ഇത് മാത്രമായിട്ട് നമ്മൾ തരും. പിന്നെ വരട്ടി വീട്ടിലുണ്ടാക്കിയാൽ നല്ല കഷ്ടപ്പാടാണ്, പൊട്ടിത്തെറിക്കും. നമ്മുടെ ദേഹം മുഴുവൻ ഇപ്പോൾ പൊട്ടിത്തെറിച്ച് നമ്മുടെ ദേഹത്തൊക്കെ ആവും. അപ്പം പിന്നെ 4 മണിക്കൂറത്തെ പ്രോസസ്സാണ്. 4 മണിക്കൂർ കൊണ്ടേ നമുക്ക് ഇതായി വരത്തുള്ളൂ. അതെ, ഇത് മൊത്തം വറ്റി വരണ്ടെല്ലാം വരണ്ടേ. അപ്പോൾ ഇതിടാവേ. മാമ്പഴത്തെര, മാമ്പഴം ഉണക്കി വെച്ചിരിക്കുന്നത്. അല്ല, ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. 4 മണിക്കൂർ 3-3.5 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഒഴിക്കാം. അപ്പോൾ നല്ല മധുരം നല്ല കറക്റ്റ് ആയിക്കോളും. വരട്ടി ഉണ്ടാക്കാൻ അല്ല, ക്ഷമയുള്ളവർക്കേ പറ്റുള്ളേ. ഞങ്ങളെ പിന്നെ 2.5 വർഷമായിട്ട് ഇത് ചെയ്ത് ഞങ്ങളുടെ ജീവനും ജീവിതവും എല്ലാം ഞങ്ങളുടെ സംരംഭമാണ്. നമ്മൾ അടപ്രഥമനൊക്കെ കഴിച്ച് മടുത്തല്ലോ, ചക്കപ്പായസവും ഒക്കെ കഴിച്ച് എല്ലാവരും മടുത്തു. അപ്പോൾ ഇനി നമുക്കൊന്ന് മാമ്പഴ പായസം കഴിച്ച് നോക്കാം. നിങ്ങളൊക്കെ വാങ്ങിക്കണം, കഴിക്കണം, അഭിപ്രായം പറയണം. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ സംരംഭം കൊണ്ട് ജീവിക്കുന്നവരാണ്, നമുക്ക് വേറൊരു ജോലിയില്ല. അപ്പോൾ പായസം, മാമ്പഴ പായസം കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഞങ്ങളുടെ അടുത്തോട്ട് ഓടിപ്പോര്. മാമ്പഴ വരട്ടി തരും. ഉണ്ടാക്കിക്കോണം. 10 മിനിറ്റ് മതി. കഷ്ടപ്പെടാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള മുദ്രാവാക്യമുള്ളവരെ ഒരുപാട് ആൾക്കാർ കണ്ടു. നമ്മുടെ ഈ ചാനലിൽ വന്നതാണ് കൂടുതൽ നല്ലപോലെ ഹിറ്റായി. ഒരുപാട് മനുഷ്യർ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അത് നല്ലപോലെ നെയ്യിലാണ് ഇത് വരട്ടി വരുന്നത്. അപ്പോൾ പായസം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നെയ്യൊന്നും ചേർക്കണ്ട. അല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ലേ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. മുന്തിരി, ഈന്തപ്പഴം, മാമ്പഴം, അത് നമ്മുടെ നാട്ടിലെ മാമ്പഴം, അത് പ്രത്യേകം പറയണം. കണ്ടോ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നേ. പൊട്ടിത്തെറി തുടങ്ങി. നമ്മുടെ ദേഹത്തെല്ലാം വീഴും. ഒന്നും എളുപ്പമല്ല. പക്ഷേ ഇതിൻ്റെ രുചിയിൽ നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ മറക്കും. ഇത് 6 മാസം കേടുകൂടാതിരിക്കുന്ന സാധനമാണ്. പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലോട്ടും വെക്കാം. അതെ, ഇതായി വരാൻ നല്ല സമയം എടുക്കും. ആ സമയത്ത് നമ്മുടെ ബാക്കി പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് അതെ ഉണ്ട്. ഓണമായില്ലേ, എല്ലാവരും ഇനിയിപ്പോൾ ഉപ്പേരിയൊക്കെ കഴിക്കാൻ സമയമായി. ഉപ്പേരി, ശർക്കര വരട്ടി, കടുകടയ്ക്ക, ചീട എന്നൊക്കെ പറയും. ഉണക്കമാങ്ങ അച്ചാർ, ഇത് നമ്മുടെ മാത്രം ഒരു വെറൈറ്റിയാണ്. ഉലുവ മാങ്ങ അച്ചാർ എന്ന് വെച്ച് കഴിയുമ്പോൾ മാങ്ങ അച്ചാറാണ്. ഉലുവ മാങ്ങ ആണെങ്കിലും ഇതിൽ വിനാഗിരി ഒന്നും ചേരത്തില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങയുടെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഉലുവ മാങ്ങയുണ്ട്, കണ്ണിമാങ്ങയുണ്ട്, ഉണക്കമാങ്ങയുണ്ട്, മാമ്പഴത്തെരയുണ്ട്. ഇപ്പോൾ നമ്മൾ പായസത്തിൽ ഇട്ടിരിക്കുന്ന മാമ്പഴത്തെര. പിന്നെ നമുക്ക് ചെമ്മീൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടി, പാവയ്ക്ക കാന്താരിയുടെ അച്ചാർ, നാരങ്ങ കാന്താരി, ഇത് മസാല നാരങ്ങയാണ്. ഉരുക്ക് വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് ഗരം മസാലയുണ്ട്, സാമ്പാർ പൊടിയുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മുടെ ബീഫ് അച്ചാർ സ്പെഷ്യലാണ് കേട്ടോ, നമ്മുടെ ബീഫ് അച്ചാർ. പിന്നെ നമ്മളിവിടെ തന്നെ വീട്ടിലുണങ്ങുന്ന ഉണക്കമീൻ, നമ്മുടെ ഇടിയിറച്ചി ഫ്രൈ, ഇത് നമ്മുടെ ചെമ്മീൻ്റെ റോസ്റ്റ്, ഇത് നമ്മുടെ തേങ്ങാ ചമ്മന്തിപ്പൊടി. നമ്പർ കോൾ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്യാം. പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞു. ഇനി ഇത് വരണ്ട് ഇങ്ങനെ വരണം. ഇതിങ്ങനെ വീഴുന്നത് കുറച്ചുകൂടി സമയം എടുത്ത് വിട്ട് വരണം. അപ്പോഴേ പാകമുള്ളൂ. ഇപ്പോൾ നമ്മുടെ മാമ്പഴ വരട്ടി ഏകദേശം സെറ്റായി. ഏകദേശം ഏലക്ക, ചുക്ക്, ജീരകം പൊടിച്ചത്. ഇത് കണ്ടോ, ഇങ്ങനെ വിട്ട് വരുന്ന പരുവമാണ് ഇതിൻ്റെ പരുവം. അതായത് ജലാംശം ഒന്നുമില്ല. അല്ലേ, നമ്മൾ കെമിക്കലി ചേർത്താലേ കുറേ നാളൊക്കെ ഇരിക്കത്തുള്ളൂ. ഇതാകുമ്പോൾ ജലാംശം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൂക്കുകയോ കഴിക്കുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല. ഇരുന്നോളും. വെറുതെ കഴിക്കാൻ രസമാണെന്നേ. ആയി കണ്ടോ, മുത്ത് പോലെ ഉണ്ട് നമ്മുടെ കറുത്ത മുന്തിരിയാണ്. ഇതാണ് മാമ്പഴ വരട്ടി. നമുക്കിത് വെച്ചിട്ടൊരു മാമ്പഴ പായസവും കൂടെ. ഇതൊന്നും മാർക്കറ്റിൽ ഇത്രയും രുചികരമായിട്ടൊന്നും കിട്ടത്തില്ല. ഇതെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളല്ലോ, ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല.
വേറെ നമ്മളൊരു കള്ളത്തരവും ഇതിനകത്തില്ല. ഇതാണ് സാറേ പാകം. ഏകദേശം 4 മണിക്കൂറിനടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മുടെ മാമ്പഴ വരട്ടി റെഡിയായി. ഇപ്പോൾ ഒരു 2 പേർക്കുള്ള പായസം ഉണ്ടാക്കി കാണിക്കാം. നമ്മുടെ ചക്കവരട്ടി അങ്ങോട്ട് ഇട്ടു. ഇതിനകത്ത് നെയ്യുണ്ട്, കാഷ്യൂ ഉണ്ട്. ഒരു സാധനം ഇനി നിങ്ങൾ വീട്ടിലൊന്നും മേടിക്കണ്ട. ഇതുണ്ടോ? അടിപൊളിയായി. ഇനി നമ്മൾ തേങ്ങാപ്പാലൂടെ ഒഴിച്ച് ഇറക്കും. ഒന്ന് കുറച്ചുകൂടെ കുറുകിക്കോട്ടെ. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്തു. ഇച്ചിരി തേങ്ങാപ്പാൽ. അടിപൊളി. അപ്പോൾ ചേട്ടന് കുറച്ച് പായസം എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ തരാം. അതിൻ്റെ കൂടെ നമുക്ക് പപ്പടവും പഴവും. ഇതൊന്നും ഇല്ലാതെ നമ്മളെന്ന് മലയാളികൾക്ക് ഓണം. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഒരു വെറൈറ്റി പായസം. അപ്പോൾ നല്ല കിടിലൻ മാമ്പഴ പായസം അല്ലേ? നമുക്ക് മുമ്പേ ഒരു ഇടിയിറച്ചി ഉണ്ടാക്കി നമ്മളെ ഞെട്ടിപ്പിച്ച ആളാണ് നമ്മുടെ രമ്യ. ഇപ്പം നല്ല മാമ്പഴ പായസം. ഈ മാമ്പഴ പായസം ഉണ്ടാക്കാനുള്ള മാമ്പഴ വരട്ടിയാണ് നമ്മളൊരു 3-4 മണിക്കൂർ സമയമെടുത്ത് നമ്മൾ ഉണ്ടാക്കിയത്. അതിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ മാമ്പഴ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി അല്ലേ? പപ്പടം പഴം. ഒരു ഇച്ചിരി പപ്പടം എടുത്ത് ഞങ്ങളൊന്ന് കുഴയ്ക്കുക. പഴവും വേണം അല്ലേ? നല്ല മാമ്പഴത്തിൻ്റെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ അതിനകത്തുള്ള മുഴുവൻ നിങ്ങൾ കണ്ടല്ലോ. നട്ട്സ് ഉണ്ട്, ഈന്തപ്പഴമുണ്ട്, നല്ല കറുത്ത മുന്തിരിയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സംഭവം റിച്ചാണ്. കഴിച്ചു നോക്കട്ടെ. നല്ല അടിപൊളി പായസമാണ് കേട്ടോ. സംഭവം ഗംഭീര. ഇങ്ങനൊരു വ്യത്യസ്തമായൊരു പായസം ഞാൻ കഴിച്ചിട്ടില്ല. നമ്മൾ സാധാരണ ചക്കപ്പായസവും പിന്നെന്താ പാൽപ്പായസവും അടപ്രഥമനും ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മാമ്പഴ പായസം ഇത് കേട്ടിട്ടേ ഉള്ളൂ. പണ്ടുള്ള ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ മാമ്പഴ പായസം കഴിക്കുന്നത്. ഹെൽത്തി അല്ലേ? എല്ലാ ഹെൽത്തി സാധനങ്ങളാണ്. എന്തുകൊണ്ടും നല്ലതല്ലേ നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്? അടിപൊളിയാണ്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ഓണസദ്യയുടെ കൂട്ടത്തിൽ നല്ല അടിപൊളി ഒരു മാമ്പഴ പായസം കൂടെ. അപ്പോൾ ഈ മാമ്പഴ പായസം ഉണ്ടാക്കാനുള്ള മാമ്പഴ വരട്ടി അല്ലേ, അത് കിട്ടാനുള്ള നമ്പറൊക്കെ ഞാൻ വീഡിയോ അടി കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ചിട്ട് ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ രുചി എന്താണെന്ന് അറിയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.